ജാസ്മിൻ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ടിനുള്ള ഒരു എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു. എന്നാൽ പരിശോധിക്കുകയാണെങ്കിൽ വിപണി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇടിവാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ? നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പെർഫോമൻസിൻ്റെ ഒരു ബാലൻസ് എന്നോണം ഇന്ന് മാർക്കറ്റിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് പോസിറ്റിവിറ്റിയാണ് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്ലോബൽ അൺസർട്ടനിറ്റീസും അതിനപ്പുറത്തേക്ക് ടെക്നിക്കലി നോക്കുന്ന സമയത്തും മാർക്കറ്റ് ഇന്ന് ഒരു ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ടെപ്പിഡ് ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും കൂടുതൽ ഇടിവിലേക്ക് നിഫ്റ്റി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടത്. ഏതാണ്ട് 0.5% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവ് നിഫ്റ്റി 50-ൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 25,617 എന്നുള്ള ഒരു ഹൈ ലെവലിൽ ഓപ്പൺ ചെയ്ത ശേഷം അവിടെ നിന്നും 25,486 എന്നുള്ള ഒരു ലോ ഇതിനോടകം തന്നെ നിഫ്റ്റി 50 ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ഇടിവ് പരിശോധിക്കുന്ന സമയത്ത് 56ലധികം പോയിന്റുകളുടെ ഒരു ഇടിവാണ് കാണുന്നത്. അപ്പോഴും 25,500 എന്നുള്ള ഒരു നിലവാരം സസ്റ്റെയിൻ ചെയ്യുന്നു നിഫ്റ്റി എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷയ്ക്കുള്ള ഒരു ഏക സൂചന എന്ന് പറയുന്നത്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് നോക്കുന്ന സമയത്തും ഇന്നൊരു ഇടിവ് തന്നെയാണ് കാണുന്നത്. അഗെയിൻ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു എക്സ്പയറി ഡേ കൂടിയാണ്. സോ ഏത് ഡയറക്ഷൻ ആയിരിക്കും കൃത്യമായിട്ട് നിഫ്റ്റി 50 സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനോടപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി 146ലധികം പോയിന്റുകളുടെ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. അഗെയിൻ സെൻസെക്സിലേക്ക് വരുന്ന സമയത്തും ഇന്ന് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 200ലധികം പോയിന്റുകളുടെ ഒരു ഇടിവിലേക്ക് സെൻസെക്സും മാറുകയാണ്. ഇന്ന് ഏക ഒരു സൂചിക വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് IT തന്നെയാണ്. 0.5% കൂടുതൽ ഒരു മുന്നേറ്റമാണ് IT-യുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലെല്ലാം തന്നെ സെൽ ഓഫ് പ്രകടമാകുന്നു. തീർച്ചയായിട്ടും US-ന്റെ ഷട്ട് ഡൗൺ മാറുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഓവേഴ്സ് ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോഴും ഒരു കൃത്യമായിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ US മാർക്കറ്റുകളിലൊക്കെ തന്നെ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പിൻബലത്തിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമ്മളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇനി മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് വരുന്ന സമയത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫ്ലാറ്റ് നെഗറ്റീവ് ആണ്. 0.5%-ഓളമാണ് ബ്രോഡർ മാർക്കറ്റിലുള്ള ഒരു ഇടിവ്. മീഡിയ ഇൻഡെക്സ് 0.5% കൂടുതൽ തന്നെ ഇടിവ് രേഖപ്പെടുത്തുന്നു. 1% കൂടുതലുള്ള ഒരു ഇടിവാണ് PSU ബാങ്ക് ഇൻഡെക്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്ക് ഇൻഡെക്സിൽ ഒരല്പം സെൽ ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലുമാണ്. പ്രൈവറ്റ് ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലേക്കുള്ള ഒരു ട്രേഡിങ്ങിലേക്ക് മാറുകയാണ്. ഇനി ഓട്ടോ മേഖല പരിശോധിക്കുന്ന സമയത്തും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നു. മെറ്റൽ ഇടിവിലാണ്. റിയൽറ്റി മേഖല 0.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ ഒരു വീക്കായിട്ടുള്ള ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബജാജ് ട്വിൻസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന സ്റ്റോക്കുകളായിട്ട് മാറുകയാണ്. ബജാജ് ഫിനാൻസ് 6.97% ഒരു ഇടിവിലേക്ക് നീങ്ങുന്ന സമയത്ത് ബജാജ് ഫിൻസർവും സമാനമായിട്ടുള്ള ഒരു ഇടിവിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഏഷ്യൻ മോട്ടോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 1% കൂടുതൽ ഇടിവാണ്. ജിയോ ഫിൻസ് 1%-ഓളവും. അതിനപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്കറ്റിന്റെ ഇടിവിലും കൂടുതൽ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. 1.45% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. 1%-ഓളം തന്നെ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഡിഗോ, ഭാരതി എയർടെൽ, ഹിൻഡാൽകോ, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകളിലും നമുക്ക് മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രിവേണി ടർബൈൻ ഇന്നിപ്പോൾ 5%-ഓളം ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത്. കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് റവന്യൂ, എബിറ്റ, മാർജിൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിലൊക്കെ തന്നെ ഇത്തവണ ഒരു മെച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റോക്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ടോപ്പ് ലോസർ ആയിട്ടുള്ള ബജാജ് ഫിനാൻസിനെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 22% ഒരു മുന്നേറ്റമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8,838 കോടിയിൽ നിന്നും 10,785 കോടിയായിട്ട് ഉയർന്നിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റിലും 21.9% ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4,000 കോടി എന്നുള്ളതിൽ നിന്നും 4,875 കോടിയായിട്ടുള്ള ഒരു ഉയർച്ചയാണ് കാണുന്നത്. എഗെയിൻ കമ്പനിയുടെ AUM അസറ്റ് അണ്ടർ മാനേജ്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് അവിടെയും 24% ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് NPA പരിശോധിക്കുന്ന സമയത്ത് 1.24 എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു നെറ്റ് NPAയിൽ ഉണ്ടായിട്ടുള്ള ഒരു നേരിയ തോതിലുള്ള ഒരു വർധന എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് ഇന്ന് സ്റ്റോക്കിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു ഇടിവിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്ക് മാറിയിരിക്കുന്നത്. ഇനി ഹഡ്കോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
ഹൗസിംഗ് അർബൻ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഒരു 3% കൂടുതൽ ഇടിവാണ് ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം രേഖപ്പെടുത്തുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 31.7% ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിലും ഒരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരു പാനിക് സെല്ലിംഗ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്കും പടർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഡോംസ് ഇൻഡസ്ട്രീസ് റിസൾട്ടുകൾക്ക് ശേഷം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണ് 1.5% കൂടുതൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക്. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂ ഇത്തവണ 6.7% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10,893 കോടിയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിഡ 6.6% ഒരു മുന്നേറ്റമാണ്. മാർജിനിലേക്ക് വരുന്ന സമയത്ത് 12.8 എന്നുള്ളതിൽ നിന്നും സ്ലൈറ്റ്ലി ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോഴും 13% ഒരു മുന്നേറ്റമാണ് നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ റിസൾട്ടുകൾ വന്നിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളാണ് കൂടുതലും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഏതായാലും ആ ഒരു 25,500 എന്നുള്ള ഒരു ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നിഫ്റ്റി 50. ഒരു എക്സ്പയറി ദിനത്തിൽ എങ്ങനെയായിരിക്കും നിഫ്റ്റി 50 റിയാക്ട് ചെയ്യുക, മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെയുണ്ട്. ഇതിനോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഷ്യസ് സ്റ്റാൻസിൽ തന്നെയാണ് നിക്ഷേപകരുമുള്ളത്.